താജുക്കുള്ള റൂമിൽ ഞാനില്ല. അപ്പം എനിക്ക് താജുവിനോട് ഷാഫിനോട് ചെറിയൊരു വിഷമം തോന്നി. ഞാൻ താജുക്ക് ചെയ്തൊരു പ്രവൃത്തി കാരണം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എല്ലാം മനസ്സിലാക്കി പറഞ്ഞിട്ട് എവിടെയോ ഉണ്ട്. ഞാൻ കാണിച്ച നിനക്ക് ഇങ്ങോട്ട് അത് ശരിക്കും ഡബ് ചെയ്ത് എന്താ അറിയാം. ഹാപ്പി എന്റെ നാട്ടിൽ ഇറങ്ങുന്നവരെ ജീപ്പിൽ ദിലേ ഫാത്തിമ പാടിക്കൊണ്ടിരിക്കുന്നു. പോലിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. കൊല്ലത്തുള്ള ചെറിയവനാണെങ്കിൽ ഞാനാ എന്ന് പറയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാനുള്ള ഒരു ചാൻസ്, ഒരു ഗ്യാപ്പിന് കിട്ടുന്നില്ല. എന്റെ അന്നത്തെ കോലം നിങ്ങൾ ആരും ചർച്ച ചെയ്തത് കാണാൻ മക്കളെ. ആഹാ, നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയ പെണ്ണ് കെട്ടാൻ പ്രായമായി. എനിക്ക് കയ്യിൽ അടി വാങ്ങാൻ. കാര്യം മനസ്സിലായോ? ഈ മീഡിയയില് കംപ്ലീറ്റ് പെൺകുട്ടികളെ വെച്ചിട്ടുള്ള ഗോസിപ്പുകൾ എനിക്കെതിരെ വരിക. പക്ഷെ യഥാർത്ഥ വില്ലന്മാർ ഏത് ദിവസം കൊണ്ട് കളിക്കില്ല. കാരണം മോനെന്നും അവന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നിങ്ങളിപ്പം വിശ്വസിക്കുന്നത്. എന്റെ ഒരു ഇതിനൊക്കെ പറ്റിയ ഒരാള് എന്നുള്ള എനിക്ക് സുനിത എന്നെ സർവ്വ ആൽബത്തിൽ. സുനിത ജനിച്ചത് തന്നെ എന്റെ ആൽബത്തിൽ അഭിനയിക്കണം. നമ്മളെ കൂടെ റൊമാൻസ് ഒക്കെ ചെയ്യുന്ന കേട്ടാ നമ്മൾ വിചാരിക്കും പട്ടച്ചോനെ ഇപ്പൊ നമ്മളായിട്ട് പ്രേമത്തില്. അർജുനോട് അസൂയ വേറൊന്നല്ല, ആ ക്യാരക്ടർ എനിക്ക് കൂടെ. എന്നിട്ട് ആ പാട്ടിട്ടുണ്ടെങ്കിൽ കൈ ലിപ്സ്റ്റിക് ഇട്ടിക്കണോ കാണിച്ചു കൊടുക്കുന്നു തമ്മിൽ ഇങ്ങനെ കിസ് ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഇനി പഴയ ഓർമ്മയിലിട്ടും പോയതാ. അല്ലാണ്ട് എനിക്ക് താജുക്കാനെ പുതിയ പെണ്ണുങ്ങളെ ഓർമ്മ. ഈ 20 കൊല്ലം എന്തെല്ലാം കളിച്ച് ബിലാലിനോട് പറഞ്ഞു ചോറ് എന്നിട്ട് ഒന്ന് റൂമിൽ വരണേ. ഇവൻ അന്നേരം തമാശക്ക് പറഞ്ഞു നിങ്ങൾ ഇത്രക്കാരനാന്ന്. പക്ഷെ ലാസ്റ്റ് വീഡിയോ കണ്ടോ കോഴിക്കോട്ടുകാരൻ സ്വഭാവമായി. ഞാൻ അപ്പുറം പോയി ഇരിക്കട്ടെ, താജുക്ക് എനിക്ക് കയ്യിൽ ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഓന്റെ 15 എന്റെ പെരടി ഞാൻ വിളിക്കും. എടാ 19 കൊല്ലാടെ ദിലേ ഫാത്തിമ ഇറങ്ങിയിട്ട് 2006 20 കൊല്ലം തുകയുന്ന അന്ന് നമ്മള് തുകയുന്നുണ്ട്. മഹേഷ് കുഞ്ഞുമോനെ 110% പെർഫെക്ഷനോടുകൂടി മിമിക്രി ചെയ്യുന്ന നൂറ്റാണ്ടിൽ അവതരിച്ച താരായിട്ട് ഞാൻ കാണുന്നത്. മിമിക്രിയില് ഇയാളെ നമ്പർ 1 സാധനമായി മാറിയിരുന്നു. അല്ല അതാ ഇതിങ് പറയട്ടെ, എന്ത് പറഞ്ഞാലും ഞാൻ പോട്ടെ, ഇത് തീർക്കട്ടെ. ഹലോ അല്ലോ അതെന്നെ ഇത് പറയട്ടെ. ഉറപ്പാ ഓന് പച്ചക്ക് ഞാൻ മറുപടി കൊടുക്കുക. അതിന്റെ കൊയിലാണ്ടി കൊല്ലത്തുള്ള 4 ആള് എന്റെ പാട്ട് കേൾക്കുന്നവരെ ഞാനിതിൽ തുടരും. അഡ്രസ് ഇല്ലാതെ നോട്ടിഫിക്കേഷൻ വന്ന ഉറപ്പായോ എനിക്ക് അന്തസ്സായിട്ട് പറയാൻ കഴിയും. അതുപോലൊരു മനുഷ്യനായാലും ഇറങ്ങി വന്ന കാമുകിനോട് അവളെ മതം പേരെയാണ്. അല്ലാ 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 പിന്നെ കാക്കട അല്ല ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു അറിയാണ്ട് ഇയാളെ പറക്ക അല്ലാണ്ട്